വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇന്നലെ പണിമുടക്ക് നടത്തി. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ബസ്സുടമ സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം രാവിലെ ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ച് നൽകാനാകില്ല എന്നാണ് ഇന്നലെ ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി ബസ്സുടമ റോബിൻ ഗിരീഷ് നമുക്കൊപ്പം ചേരുകയാണ്. അങ്ങനെ രാവിലെ ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് എസ് ടി കൂട്ടാൻ പറ്റില്ല എന്നാണ് ഇന്നലെ ഗതാഗത മന്ത്രി പറഞ്ഞത്. അത് ശരിയാണ്. രാവിലെ ആവശ്യപ്പെട്ടാൽ ഉച്ചയാകുമ്പോൾ കൂട്ടാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ 9 വർഷം മുന്നേ ഒരു കമ്മീഷനും കഴിഞ്ഞ വർഷം വേറൊരു കമ്മീഷൻ, അങ്ങനെ 2 കമ്മീഷനെ വെച്ച് പഠിച്ച് മുടക്കി അതിൻ്റെ റിപ്പോർട്ട് മുഴുവനും മന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. അത് വായിച്ച് നോക്കാതെ മന്ത്രി പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ രാവിലെ വന്ന് ചോദിച്ചതാണെന്ന് പറയുന്നത് അത് മന്ത്രി എന്തുദ്ദേശിച്ച് പറഞ്ഞാന്ന് നമുക്കറിയില്ല. ഈ ബസ്സുടമ സംഘടനകൾ പറയുന്നത് 12-13 വർഷമായി ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും അത് കറക്റ്റാണ്. ഇന്നലെ മന്ത്രി പറഞ്ഞത് ഇത് ജനകീയ സർക്കാരാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റാണ്. കാരണം ജനകീയ സർക്കാരാണെന്ന് പറഞ്ഞ് ഞാനും അംഗീകരിക്കുന്നത്. ജനങ്ങളുടെ ഒരു സർക്കാരാണ്. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഈ സംസ്ഥാനത്ത് മദ്യപാനികൾ അവരോട് ചോദിച്ചിട്ടാണല്ലോ എല്ലാ വർഷവും കൃത്യമായിട്ട് ചാർജ് കൂട്ടാറുണ്ടല്ലോ. പോട്ടെ, കരമടയ്ക്കുന്നത് നമ്മൾ കരം കൂട്ടി ആരിലും അറിയുന്നുണ്ടോ? ഓരോ വർഷവും കൃത്യമായിട്ട് കൂട്ടുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടാണല്ലോ. ഇനി ഇത് ഒന്നും വേണ്ട. സർക്കാർ ആശുപത്രിയിൽ 2 രൂപയുണ്ട് എൻട്രി ഫീസ്. ആ എൻട്രി ഫീസ് 10 രൂപയും 5 രൂപയും ഒക്കെ ആക്കി. ആരെങ്കിലും ഏതെങ്കിലും രോഗികളോടോ ഇല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരോടോ ചോദിച്ചിട്ടാണോ? ഒന്നുമല്ല. ഇതിന് മാത്രം ഈ പറഞ്ഞ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളോട് കാണണം. അങ്ങനെ ഒത്തിരി ന്യായങ്ങൾ പറയുന്നു. അത് ചുമ്മാ ഒരു വാചക കസരത്തിനുള്ളൊരു വകുപ്പ് മാത്രമാണ്. മന്ത്രി പറയുന്നതിലൊന്നും ഒരു ന്യായമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് ആലോചിച്ചിട്ടാണോ ചെയ്യുന്നത് എന്നാണ് താങ്കൾ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ആരോട് കറണ്ട് ചാർജ് കൂട്ടുന്നുണ്ട് നമ്മളോട് ചോദിച്ചായിരുന്നോ? ഇല്ലല്ലോ. അതിനൊന്നും ആരും ഉപഭോക്താവിനോട് ചോദിക്കണ്ട. ഇത് മാത്രം യൂണിയൻ നേതാക്കളോടും ഉപഭോക്താവിനോടും ചോദിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അത് വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ബസ്സസ് ഉണ്ട്. അത് ഇവിടുത്തെ സ്കൂളുകൾക്കും കോളേജുകൾക്കുമാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ അതിന് ടാക്സ് അലവ് ചെയ്ത് കൊടുത്ത് ഒത്തിരി കാര്യങ്ങൾ എക്സംഷൻ കൊടുത്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സുകൾ 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ദൂരത്തിലേക്ക് കുട്ടികളെ കയറ്റിക്കൊണ്ട് പോകുന്നതിന് അവർ വാങ്ങുന്നത് 2000 മുതൽ 3000 രൂപ വരെയാണ്. പല പുതിയ സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ പലതും തുടങ്ങുന്നതിൻ്റെ അവരുടെ സ്കൂൾ ബസ്സുകളാണ് അതിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം. അവർക്ക് ഒരു ഫെയർ സ്റ്റേജോ ഒരു ഫെയർ ലിസ്റ്റോ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പല സ്കൂളുകളും നടത്തുന്നത് പകൽക്കൊള്ള എന്ന് തന്നെ പറയാം. 100% പകൽക്കൊള്ള തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ ബസ് ഒരു റൂട്ടിൽ പോകുമ്പോൾ ആ റൂട്ടിലെ മുഴുവനും കുട്ടികളെ കയറ്റിക്കൊണ്ട് പോകണ്ടേ? അതില്ല. പണക്കാരൻ്റെ പിള്ളേരില്ലേ, പൈസ അത്രയും കൊടുക്കാനുള്ള പിള്ളേർ, ബാക്കിയുള്ളവരെ പ്രൈവറ്റ് ബസ്സുകാർക്ക് വിടും. അപ്പോൾ ആ ഒരു സംവിധാനം ചെയ്യാൻ മന്ത്രി തയ്യാറുണ്ടോ? ഈ സ്വകാര്യ സ്കൂളുകൾ ഈ ബസ് ഫീസ് എന്ന പേരിൽ അമിതമായി പണം ഈടാക്കുന്നുണ്ടോ എന്ന് സർക്കാരിന് അറിയാമെങ്കിൽ പോലും അതിലൊന്നും ഒരു ഇടപെടൽ നടത്തുന്നേയില്ല. ഇന്ന് വരെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അപേക്ഷ ഓരോ വർഷവും കൊടുക്കുന്നത്. ഈ വർഷവും ഞാൻ കൊടുത്തതാണ്. ഫിനാൻസ് മിനിസ്റ്റർക്കും കൊടുത്തതാണ്, എല്ലാവർക്കും കൊടുത്തതാണ്. പക്ഷേ ഒരു നടപടിയില്ല. ബസ് ഉടമകളുടെ മറ്റൊരു പ്രധാന ആവശ്യം ഈ PCC, ബസ് ജീവനക്കാർക്ക് PCC വേണം എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബസ് ഉടമകൾ പറയുന്നത്. തീർച്ചയായിട്ടും KSRTCയുടെ ബസ്സുകളിലെല്ലാം ജീവനക്കാർക്ക് PCC ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാമല്ലോ. പ്രൈവറ്റുകാർക്ക് മാത്രമാണോ വേണ്ടിയത്? പാവം പ്രൈവറ്റ് ബസ്സുകാരൻ്റെ തലയിലോട്ട് എന്തിനാ കയറുന്നത്? അപ്പോൾ താങ്കൾ പറയുന്നത് PCCയോട് എതിർക്കുന്നില്ല, പക്ഷേ KSRTCയിലും ഉൾപ്പെടെ എല്ലാ ബസ് ജീവനക്കാർക്കും ഇത് വേണം എന്നുള്ളതാണ്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ കറക്റ്റാണ്. ഇത് KSRTCയിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് ഉണ്ടായ കേസുകൾ പലതും നമുക്കറിയാമല്ലോ. പോക്സോ കേസ് എടുത്ത കേസ് നമുക്കറിയാം. ഇപ്പോൾ കാളിയാർ പോലീസ് സ്റ്റേഷനിൽ ഈ കഴിഞ്ഞ ജൂൺ 25 എടുത്തതാണ് ഒരു FIR ഉണ്ട്. ഒരു പെൺകുട്ടിയെ യാത്ര ചെയ്ത പെൺകുട്ടിയെ കയറി പിടിച്ചതാണ് കണ്ടക്ടർ, KSRTC കണ്ടക്ടർ. അപ്പോൾ അതൊന്നും PCC പെടുകയില്ല. അവരൊക്കെ പുണ്യാളന്മാർ. PCC എടുക്കുന്ന എല്ലാവരും എടുക്കട്ടെ, ഏത് തൊഴിലിനും എടുക്കട്ടെ. കാരണം അല്ലാതെ ഇപ്പം പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയാലും ഇല്ലെങ്കിൽ വേണ്ട. നമ്മുടെ ബംഗാളിൽ നിന്ന് വരുന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾ ഇവിടെ വന്നാൽ അവർക്ക് വേണ്ട PCC, നമുക്ക് വേണം. അപ്പം നമ്മളാണിപ്പോൾ യഥാർത്ഥ അതിഥി തൊഴിലാളി നമ്മുടെ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരാണ്.
കാരണം ഇപ്പം ഞാൻ ബംഗാളിയെ വെച്ച് ഇവിടെ സർവീസ് നടത്തുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ബസ്സുകളിലെ GPS ഒഴിവാക്കി നൽകണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഗതാഗത മന്ത്രി പറഞ്ഞ ആവശ്യം. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? GPS എന്ന് പറയുന്ന സംവിധാനം നല്ലതാണ്, മോശമെന്നല്ല. പക്ഷേ ബസ് ഉടമകൾ എന്തുകൊണ്ട് അത് ആവശ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഇതിന് ഒരു ഓഫീസെങ്കിലും വേണ്ടേ ഇതിൻ്റെ സെർവറിൽ നിന്ന് വരുന്ന ഇത് കളക്ട് ചെയ്ത് ഇത് കൃത്യമായിട്ട് ഒരു പാനിക് ബട്ടനെ ഞെക്കിയാൽ അന്നേരം ആ സ്പോട്ടിൽ പോലീസും ഫയർഫോഴ്സും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പും എല്ലാം വരണം. ആ സ്പോട്ടിൽ വരുമെന്നാണ് അതിൻ്റെ പറഞ്ഞിരുന്നത്. അത് വരണമെങ്കിൽ ആദ്യം ഇത് കോർഡിനേറ്റ് ചെയ്യാനൊരു ഓഫീസ് വേണ്ടേ, കൺട്രോൾ റൂം പോലും ഇവിടെ ഇല്ല. പിന്നെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കുള്ള പിക്കപ്പ് മുതലുള്ള എല്ലാ വണ്ടികളിലും കൊമേഴ്ഷ്യൽ വണ്ടികളിലും ഇത് വേണം. ഇത് വേണമെന്ന് പറഞ്ഞാൽ ഇത് മേടിച്ച് വെച്ച് അതിൻ്റെ പേപ്പർ കൊണ്ടുപോയി കാണിച്ചാൽ മതി. അല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവരും ഒന്നും ചെയ്യാനില്ല. ഒരു വർഷം ഈ GPS-ന് വേണ്ടി എത്ര രൂപ ചെലവ് വരുന്നുണ്ട് ഒരു വണ്ടിക്ക്? 5,000 രൂപ മുതൽ 7,500 രൂപ വരെ ഒരു വർഷം. അത് ആർക്കെന്നില്ലാതെ ഇങ്ങനെ ഈ വർഷമുള്ള കമ്പനി അടുത്ത വർഷമില്ല. പുതിയ കമ്പനികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരിത് മേടിക്കും. അതിൻ്റെ പേപ്പർ കൊണ്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ കാണിച്ചാൽ മതി, ഫിറ്റ്നസ് കിട്ടും. ഈ GPS-ൻ്റെ കാര്യം യഥാർത്ഥത്തിൽ ഭയങ്കര തമാശയാണെന്ന് തന്നെ പറയാം. കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംവിധാനം കൊണ്ടുവന്നപ്പോൾ ആദ്യം പറഞ്ഞു കേട്ടത്, ഒരു വാഹനത്തിൽ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ല, ആ വാഹനത്തിലുള്ള പാനിക് ബട്ടൺ അമർത്തിയാൽ അവിടേക്ക് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് നിമിഷങ്ങൾക്കകം എത്തുമെന്നാണ്. പക്ഷേ അത് നിരീക്ഷിക്കാൻ ഒരു കൺട്രോൾ റൂം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വർഷാവർഷം വാഹന ഉടമകൾ ഇതിനുവേണ്ടി പണം ചിലവാക്കേണ്ട അവസ്ഥയാണ് അല്ലേ? അത് ചിലവാക്കേണ്ട അവസ്ഥയാണ്. ആ പേപ്പർ പുതുക്കി മേടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കടമ്പ. പേപ്പറും പുതുക്കി മേടിക്കാൻ ചെല്ലുമ്പം കമ്പനി ഇല്ലാതെ വരുമ്പോൾ ഈ ഉടമ എന്ത് ചെയ്യും? അടുത്ത GPS വാങ്ങും. അടുത്ത GPS വാങ്ങി ഒരു വർഷത്തേക്കുള്ള പൈസ അവന് കൊടുത്തു കഴിയുമ്പം ആ സർട്ടിഫിക്കറ്റ് തരും. അത് കൊണ്ടുവന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടറെ കൊടുത്തു കഴിയുമ്പോൾ ഫിറ്റ്നസ് കിട്ടി, പ്രശ്നം തീർന്നല്ലോ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാരണം എന്തിനോ വേണ്ടി കുറേ പൈസ കളയുന്നു. കാരണം ആർക്കും ഒരു ഉപകാരമില്ല, കുറച്ച് കമ്പനിക്കാർ കൊണ്ടുപോകുന്നു. ഇത് ബസ്സുകാരെ മാത്രം സംബന്ധിക്കുന്ന വിഷയമല്ല, മുഴുവൻ കൊമേഴ്ഷ്യൽ വാഹനങ്ങളെയും ബാധിക്കുന്ന വലിയൊരു വിഷയമാണ്. പക്ഷേ വലിയ പ്രതികരണങ്ങളൊന്നും ഇതിന് ഉണ്ടാകുന്നില്ല. പ്രതികരണം ഉണ്ടാകാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് ഒരെണ്ണം മേടിച്ചു കൊണ്ടേ കൊടുത്താൽ ഈ വെഹിക്കിളിൻ്റെ വായിക്കരി ഇടുക എന്നുള്ളൊരു തോന്നലിലാണ് എല്ലാവരും, പ്രാഗിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം രക്ഷയില്ല. ഇത് എല്ലാം വെച്ചിട്ടാണല്ലോ നമ്മുടെ KSRTC എല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. RC പോലും ക്യാൻസലായ വണ്ടികളാണ് റോഡിലോടുന്നത്. പഴയ വാഹനങ്ങൾ, 15 വർഷമായ വാഹനങ്ങൾ, സർക്കാർ വാഹനങ്ങൾ പൊളിച്ചു നീക്കാൻ പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവിട്ടു. ആ ഉത്തരവിൻ്റെ മറവിൽ ഈ നാട്ടിലുള്ള സർവ്വ സർക്കാർ ഓഫീസുകളിലെയും വണ്ടികൾ മാറി. കാരണം അവർക്ക് അവരുടെ സേഫ്റ്റി അത്യാവശ്യമാണ്. 15 വർഷം കഴിഞ്ഞ വണ്ടി അവർ ഉപയോഗിക്കില്ല. സാധാരണക്കാരന് യാത്ര ചെയ്യേണ്ട KSRTC ബസ് 20 വർഷം പഴക്കമുള്ള വണ്ടികൾ റോഡിൽ ഓടുക. ആർക്കും ഒന്നും പറയാനില്ല. കാരണം അത് കാലാകാലം നീട്ടാനുള്ളത് 1 വർഷം 2 വർഷമായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് ചെറിയ ഉത്തരവുകൾ ഇടും, അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരും ചോദിക്കാനില്ലല്ലോ. കാരണം ഇത് സാധാരണക്കാരൻ പോകുന്നതല്ലേ, അവൻ എങ്ങനെയും പൊക്കോളുമല്ലോ. ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളുടെ കയ്യിലിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 15,000-ൻ്റെ ഫോണാണ്. അത് ഒരു ദിവസം നെറ്റ് ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ അവർക്ക് 10-20 രൂപയുടെ നെറ്റ് അവർക്ക് വേണം. അപ്പോൾ ആ ഒരു സംവിധാനം, ആ ലെവലിൽ പോകുന്ന വിദ്യാർത്ഥികളോട് അവരോട് 1 രൂപയുടെ ടിക്കറ്റിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ അവർ അന്തിച്ചു പോകും. എന്തായാലും പിള്ളേർക്ക് ഇതൊരു വിഷയമല്ല. പിന്നെ നമ്മുടെ മന്ത്രി ഇനി എല്ലാവരോടും ചോദിച്ചിട്ട് കൂട്ടിയെടുക്കുകയാണെങ്കിൽ കൂട്ടിയെടുക്കട്ടെ. രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് മാത്രം മതി, അത് വായിച്ചാൽ മാത്രം മതി, ഏതൊരു മനുഷ്യനും മനസ്സിലാവും. അത് നോക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന മന്ത്രിയോട് നമ്മൾ എന്ത് പറയാനാണ്? എന്താണെങ്കിലും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെയായി ആലോചിച്ച് ഒരു ഉത്തമമായ നടപടിയിലേക്ക് എത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുകയാണ്? തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം 22-ാം തീയതിക്കത്തെ പണിമുടക്കിലേക്ക് വണ്ടിക്കാരെ തള്ളിവിടാതിരിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും ബുദ്ധിമുട്ടിലാണ്, സർക്കാരും ബുദ്ധിമുട്ടിലാണ്. ഇതിൻ്റെ ഒന്നും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും കാര്യമൊന്നുമില്ല. ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പോട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ ഈ നിരവധി ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്ക് നടത്തിയിരുന്നു. ഒരു സൂചനാ പണിമുടക്കാണ് ഇന്നലെ നടന്നത്. ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നടപടി, ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ മാസം 22-ാം തീയതി മുതൽ അനിശ്ചിതകാല ബസ് സമരം ആരംഭിക്കുമെന്നുള്ളതാണ് നിലവിൽ ബസ് ഉടമ സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബസ് ഉടമ റോബിൻ ഗിരീഷിൻ്റെ പ്രതികരണം നമ്മൾ തേടിയത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.